ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സ്വാഭാവികമായിട്ടും അസസ് പേഴ്സണേക്കായി 100 മടങ്ങ് വിശ്വാസം ഏതൊരു വ്യക്തിയും അവരവരുടെ ബാങ്കിനായിരിക്കും, അവർ ഡെപ്പോസിറ്റ് ചെയ്ത ബാങ്കിനായിരിക്കും. സോ എന്തുകൊണ്ട് ബാങ്കിൽ നിന്ന് ഈ ഡയറക്റ്റ് ഏജൻറ്റിലേക്ക് ആളുകൾ വരുന്നു എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ നിന്ന് കുറേ പോർട്ടിങ് വരുന്നുണ്ട്. നമ്മൾ എടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല, എനിക്ക് കുറേ ബാങ്കിൽ നിന്ന് വിളി വരുന്നുണ്ട്. ബാങ്കിൽ നിന്ന് പോളിസി എടുത്തിട്ട് ഈ അടുത്തിടെ നിവാബ് പേര് ബാങ്കിൽ നിന്ന് എടുത്തിട്ട് ഇത് ക്യാൻസൽ ചെയ്തിട്ട് അവിടുത്തെ റിലേഷൻഷിപ്പ് മാനേജർ കൂടുതൽ സപ്പോർട്ട് ക്യാൻസൽ ചെയ്തിട്ട് HDFCയിലാണ് നിവാബ് പേര് അതിൽ ഒന്നിൽ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഓൺലൈനിലും സെയിം പ്രശ്നം. ചിലപ്പോൾ 1000-2000 പ്രീമിയത്തിൽ വ്യത്യാസം ഉണ്ടാകും. ബട്ട് സർവീസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സർവീസ് എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് ആർക്കും ഒറ്റ ക്ലിക്കിൽ എടുക്കാൻ പറ്റും. ഓൺലൈനിൽ പോയിട്ടുണ്ടെങ്കിൽ പോളിസി ബസാർ പോയാൽ നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ബട്ട് എന്തെങ്കിലും രീതിയിലുള്ള സർവീസ് ഇഷ്യൂ, പ്രധാനപ്പെട്ട സർവീസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ക്ലൈമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ക്യാഷ്ലെസ് ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് നീക്കി കഴിഞ്ഞു. പക്ഷെ അതല്ല, ക്യാഷ്ലെസ് റിജക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ ഇൻഷുറൻസ് ഡെസ്കിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാരണം ചിലപ്പോൾ അത് മിസ്റ്റേക്ക് ആയിരിക്കാം, ചിലപ്പോൾ ഡെലിബറേറ്റ്ലി സംഭവിക്കാതിരിക്കാം. എന്തായാലും ആ മിസ്റ്റേക്ക് കാരണം ക്യാഷ്ലെസ് റിജക്റ്റ് ആയ റീഇംബേഴ്സ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടത്, എല്ലാവർക്കും ഇതിനെക്കുറിച്ചും സമയമൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് ക്ലൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കാനൊന്നും എല്ലാവർക്കും സമയം ഉണ്ടാവില്ല. ആ സമയത്ത് അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു ഏജൻറ്റിൻ്റെ റോൾ വരുന്നത്.